ഇത് വാളയാർ ചെക്ക് പോസ്റ്റിൽ നടന്ന സംഭവമാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. சார் வணக்கம் சார். நம்ம தமிழ்நாடு லாரி டிரைவர் சார். நம்ம வாளையார் செக் போஸ்ட்டில் வண்டி பிடிச்சிருக்கு சார். நைட்டு 17ஆம் தேதி நைட்டு 11:15 வண்டி பிடிச்சாச்சு. என்ன காரணம்னு கேட்டால் அந்த என்பி டேக்ஸி கட்டலை சார், நமக்கு தெரியல. அது முதலாளி கட்ட கொடுத்துருக்கு. அது கட்டி வரத்துக்கு முன்னாடியே வண்டி பிடிச்சாச்சு. நைட்டில் ஒரு 11:15 வண்டி பிடிச்சிருக்கு. இப்போ 42,300 ரூபா கட்டணும்னு சொல்லி எனக்கு சிலிப் கொடுத்துருக்கு. இப்போ வண்டி ஃபுல்லாக ராவில் அங்கேயே கடந்து இப்போ இன்றைக்கி ஆர்டிஎஃப்சிக்கு எடுத்துகிட்டு வரும்போது பாலக்காட்டுக்கு காலைல 10 மணிக்கு எடுத்துகிட்டு வந்தாச்சு. அப்புறம் மத்தியானம் உச்சி 1 மணிக்கு 42,300 ரூபா ஃபைன் கட்டியிருக்கு. கட்டினா தான் வண்டி ரிலீஸ் பண்ணணும்னு சொல்லியிருக்கு. ரிலீஸ் பண்ணியாச்சு கட்டி. அது என்ன எப்படின்னு தெரியல. ஏன்னா டேக்ஸிக்கு அங்கே கட்டியாச்சு, ராவில் அது கட்டியாச்சு. டேக்ஸி கட்டிருக்கு தமிழ்நாட்டில் என்பி டேக்ஸி. இங்கேயும் பைசா வாங்கியிருக்கு, இங்கேயும் ஸ்லிப் கொடுத்துருக்கு. எப்படின்னு எனக்கு தெரியல. முதலாளி நம்மகிட்ட சண்டை போட்டிருக்கு. அதுக்காக இந்த வீഡിയോ போடுறேன் സാർ. கொஞ்சம் பார்த்து எனக்கு என்னன்னு தெரியல സാർ. ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 17ആം തീയതി രാത്രി 11:30 വാളയാറിലെ ചെക്ക് പോസ്റ്റിൽ ആർടിഒക്ക് കാണിച്ചു, പേപ്പറെല്ലാം കാണിച്ചു. അപ്പോഴാണ് നാഷണൽ പെർമിറ്റ് എക്സ്പയർ ആയത് അറിയുന്നത്. ഉടനെ തന്നെ അത് അടയ്ക്കാനുള്ള സംവിധാനവും അദ്ദേഹം ബോസിനെ വിളിച്ചു, എല്ലാം അടച്ചു. അതിന് ശേഷമാണ് പറയുന്നത് ഇതിന് 42 സംതിങ് ഫൈൻ കിടക്കുന്നുണ്ട്, അതും കൂടിയും കെട്ടണമെന്ന്. എന്ത് ചെയ്യും? ഉടനെ അത് കെട്ടാൻ പറഞ്ഞാൽ കെട്ടാൻ പറ്റുമോ? കെട്ടാതെ വണ്ടി വിടൂലെന്ന്. സാധാരണ ടാക്സ് അടിച്ചാൽ വണ്ടി വിടാം, അത് പിന്നീട് അത് കോടതിയിൽ കെട്ടിയാൽ മതി. അല്ലെങ്കിൽ അത് എന്താണെന്നുള്ള നടപടിയായി പിന്നെ ഇതാകും. അല്ലാതെ പിന്നെ നാഷണൽ പെർമിറ്റിൻ്റെ അത് അടച്ചു കഴിഞ്ഞാൽ വണ്ടി വിടാനുള്ള ഇതുണ്ട്. പക്ഷേ ഒരു കാരണത്തിലും വണ്ടി വിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ഏറെ കളി ഞാനൊക്കെ മാക്സിമം എല്ലാവരും നോക്കി, പക്ഷെ ഒരു മാർഗവുമില്ല. എന്താ പറഞ്ഞാൽ ഞാൻ ട്രാൻസ്പോർട്ട് നമ്മുടെ മന്ത്രിൻ്റെ ഓഫീസിലേക്ക് പോലും വിളിച്ചു. വെറുതെ ചുമ്മാ ആ ലാൻഡ് ഫോണൊക്കെ വെച്ച് 2 നമ്പറിലും വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്. എന്താ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ? അപ്പോൾ ഈ പാവങ്ങൾ, ഈ ലോറി ഡ്രൈവർമാരൊന്നും വലിയ മുതലാളിമാരൊന്നല്ല. ഈ ബസ് ഓണേഴ്സൊക്കെ, കണ്ടമാന ബസ്സുള്ളതൊക്കെ ഓക്കെ, 1-2 വണ്ടിയുള്ളവരെ കാര്യം പരിതാപകരമാണ്. അത് സർക്കാർ ഒന്ന് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമമാണിത്. ഏത് പെർമിറ്റ് തെറ്റിയാൽ ഇത്ര ഫൈന്. ആകെ 16,500 42 സംതിങ് 4 മാസത്തെ ഫൈൻ എന്നാണ് പറയുന്നത്. അത് 4 മാസം അവർ വണ്ടി ഓടിയിട്ടൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ എന്നോട് അവർ പറഞ്ഞു. നമ്മുടെ തമിഴ്നാടിൻ്റെ ലോറി അസോസിയേഷൻ എന്താ പറയുക, പ്രസിഡന്റ് എന്നെ വിളിച്ചിരുന്നു. എന്താ എല്ലാ ശ്രമം നമ്മൾ നടത്തി. പക്ഷെ എന്താ, എന്നെ പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞാൻ വിളിച്ചു. അപ്പോൾ അത് നമ്മൾ സിസ്റ്റത്തിൽ കയറിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ സിസ്റ്റത്തിൽ പെട്ടെന്ന് കയറ്റിക്കാൻ, അതിനെക്കൊണ്ട് അത് കുറയ്ക്കാനും പറ്റില്ല, ഒഴിവാക്കാനും പറ്റില്ല. പിന്നെ മേലെ കളിച്ചാൽ നടക്കും. അതിനാണ് നമ്മൾ മേലെ തിരുവനന്തപുരം വിളിച്ചു നോക്കി. ആരെ ഗതാഗത വകുപ്പ് മന്ത്രിനൊക്കെ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നു? ഓഫീസിൽ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇതുമാരുള്ള പിടിച്ച് പറിച്ചിട്ടാണോ സർക്കാർ നിങ്ങൾ മറ്റു സേവനങ്ങൾ ചെയ്യേണ്ടത്? ഫ്രീ സർവീസ് KSRTC ഒക്കെ കൊടുക്കേണ്ടത് വളരെ മോശം തന്നെയാണ് ഇതൊക്കെ. ഇതെല്ലാവരും ഷെയർ ചെയ്യണം. പാവങ്ങളായ ഇപ്പോൾ ലോറി ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അവർ വണ്ടി എടുക്കുന്നതൊക്കെ അവസ്ഥകൾ മനസ്സിലാക്കുക. അതിന് ഓണറും ആ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്നും വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഡ്രൈവറെ കാര്യങ്ങൾ ജസ്റ്റ് ഇത് അറിയണമല്ലോ എന്ന് മാത്രം ഇതിൽ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഒരു വീണ്ടും വിചാരണ നിർബന്ധമാണ്. ഒരു 16,000 സംതിങ്ങിന് 42,300 വരിക എന്ന് പറഞ്ഞാൽ എന്താ അത്? 4 മാസം ഇത്രയും വലിയൊരു ഫൈനോ? ഇനി പോട്ടെ, അതിൻ്റെ ഫൈന് ഉടനെ മൊത്തം അടിക്കാനല്ല, അതൊരു 3-4 തവണ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി കൊടുക്കാൻ പല കോലത്തിലും സംസാരിച്ച് അതൊന്നും നടക്കുന്നില്ല.